ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക കൂട്ടുപലിശ ക്രമത്തിൽ 5 വർഷം കൊണ്ട് ഇരട്ടിയായാൽ 8 മടങ്ങ് ആകുവാൻ വേണ്ട കാലയളവ് എത്ര? 10 വർഷം, 12 വർഷം, 15 വർഷം, 20 വർഷം. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം തുക എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ആകെ തന്നിട്ടുള്ള കാര്യം 5 വർഷം കൊണ്ട് ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മടങ്ങാവാൻ എത്ര ടൈം വേണം, എത്ര കാലയളവ് വേണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തുക നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 വർഷം കൊണ്ട് ഇത് ഇരട്ടിയാവും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ് എന്ന് പറയുന്നത് 2x ആവും. അപ്പൊ നമുക്കറിയാം വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ 2x എന്നുള്ളത് വീണ്ടും ഇരട്ടിയാവും, അതായത് 4x ആവും. വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ 4x എന്നുള്ളത് അതിൻ്റെയും ഇരട്ടിയാവും, അതായത് 8x ആവും. 8x എന്ന് പറയുമ്പോൾ 8 മടങ്ങായി. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 8 മടങ്ങാവാൻ എത്ര കാലയളവ് വേണം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് 5 + 10 + 15. 15 വർഷം കൊണ്ടാണ് ഈ തുക 8 മടങ്ങാവുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 15 വർഷം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഈ വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ എല്ലാം നീളം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം കൂടും? ഓപ്ഷൻ 21%, 19%, 11%, 23%. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ഈ ഒരു ഫോർമുല പഠിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഫോർമുല ഇതാണ്: 2x + x² / 100. ഇത്രയും പെർസെൻറ്റേജ് ആണ് കൂടുക. ഈ ഒരു ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 10% കൂടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ് വരിക. അപ്പോൾ ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ എല്ലാം നീളം x% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്ന് കാണാനുള്ള ഫോർമുലയാണ് 2x + x² / 100%. ഇത്രയും പെർസെൻറ്റേജ് ആണ് കൂടുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഫോർമുലയിൽ നമ്മൾ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 10 20 + 10² എന്ന് പറയുമ്പോൾ 100 / 100%. ഇത്രയും ശതമാനമാണ് കൂടുക. ഇത് ക്യാൻസൽ ചെയ്താൽ 1 എന്ന് കിട്ടും. 20 + 1 21% അപ്പോൾ വിസ്തീർണം വർദ്ധിക്കുക. അപ്പോൾ ഒരു സമചതുരത്തിന്റെ നീളം 10%, എല്ലാ വശത്തിന്റെ നീളം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം വർദ്ധിക്കുന്നത് 21%. അപ്പോൾ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 21%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗോളത്തിന്റെ വ്യാപ്തത്തെ അതിന്റെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കുമ്പോൾ 30 എന്ന് കിട്ടും എങ്കിൽ ഗോളത്തിന്റെ ആരം എത്ര? ഓപ്ഷൻ 90, 9, 81, 8. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം ഗോളത്തിന്റെ വ്യാപ്തത്തിന് ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആൻസർ നമുക്ക് 30 എന്ന് കിട്ടും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 2 ഫോർമുലകൾ അറിയണം. ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഫോർമുല അറിയണം, ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണത്തിന്റെ ഫോർമുല അറിയണം. നമുക്കറിയാം ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഫോർമുലയാണ് 4/3 πr³ ഡിവൈഡഡ് ബൈ, പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കുന്നു. ഉപരിതല വിസ്തീർണത്തിന്റെ ഫോർമുലയാണ് 4πr². 4πr². ഉപരിതല വിസ്തീർണവും വ്യാപ്തവും തമ്മിൽ ഹരിക്കുമ്പോൾ ആൻസർ വരുന്നത് 30 എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആരം, ഈ r എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്യാം. പയ്യും ക്യാൻസൽ ചെയ്ത് പോകും.
മുകളിലും ഒരു 4 ഉണ്ട്, താഴെ ഒരു 4 ഉണ്ട്. ഇവിടെ 2 6 ഉണ്ട്, ഇവിടെ 3 6 ഉണ്ട്. അപ്പോൾ ബാക്കി 1 6 വരും. അപ്പോൾ വരുന്നത് 6ഉം r/3 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു 3 ബാക്കി വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 6 ബാക്കി വന്നിട്ടുണ്ട്. 6/3 ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതായത് ആരം 6 എന്ന് പറഞ്ഞാൽ ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ 3 × 30 90 എന്ന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഈ 2 ഫോമുലകൾ അറിയണം. ഗോളത്തിന്റെ വ്യാപ്തം എന്താണെന്ന് അറിയണം, ഉപരിതല വിസ്തീർണം എന്താണെന്ന് അറിയണം. ആ ഫോമുല ബൈഹാർട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 400 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടിവരും? ഓപ്ഷൻസ് 1600, 800, 900, 1092. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നുള്ളത് 400 പേജുകൾ എന്നാണ്. നമുക്ക് പേജ് നമ്പർ എന്ന് പറയുമ്പോൾ 1 to 9 വരാം. അതുപോലെ 10 to 99 വരെ വരാം. 100 to 400 വരെ വരാം. 400 വരെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 1 തൊട്ട് 9 വരെ എന്ന് പറയുമ്പോൾ 9 പേജാണ് അതിലുണ്ടാവുക. 10 തൊട്ട് 99 വരെ എന്ന് പറയുമ്പോൾ 90 പേജുകളാണ് അതിലുണ്ടാവുക. 100 തൊട്ട് 400 വരെ എന്ന് പറയുമ്പോൾ 301 പേജുകളാണ് ഉണ്ടാവുക. നമുക്കറിയാം 1 തൊട്ട് 9 വരെ എന്ന് പറയുമ്പോൾ ഓരോ ഡിജിറ്റേ അതിൽ വരുന്നുള്ളൂ. 9 പേജിലും ഒരു ഡിജിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 9 എന്ന് കിട്ടും. 90 പേജിൽ 2 ഡിജിറ്റിൻ്റെ പേജുകളാണ്. അപ്പോൾ 90 × 2 അക്കങ്ങൾ വെച്ച് വരും. 90 × 2 എന്ന് പറയുമ്പോൾ 180 അക്കങ്ങൾ വരും. 301ൻ്റെ ആകുമ്പോൾ 3 അക്കങ്ങൾ വരുന്നുണ്ട്. 301 × 3 അക്കങ്ങളുടെ പേജാണ് ഈ 301. 301 × 3 എന്ന് പറയുമ്പോൾ 903 പേജുകളാണ് വരാം. അപ്പോൾ ഒറ്റക്കമുള്ള 9 പേജുകളുണ്ട്. 2 അക്കങ്ങൾ വരുന്ന 180, 2 അക്കങ്ങൾ വരുന്ന 90 പേജാണുള്ളത്. 90 പേജിലും 2 അക്കം വെച്ച് 180 അക്കങ്ങൾ വരും. അതുപോലെ 3 അക്കങ്ങളുള്ള 301 പേജാണ് വരുന്നത്. 301 പേജിലും കൂടി 3 അക്കങ്ങൾ വെച്ച് 903 അക്കങ്ങൾ വരും. അപ്പോൾ ടോട്ടൽ അക്കങ്ങളുടെ എണ്ണമാണ് 9, 180, 903. ഇത് 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് വരുന്നത് 1092 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 1092. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മുൻവർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.